എവരിവൺ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് എക്ലിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ സണ്ണിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ലൂണാർ എക്ലിപ്സ് എന്തെന്നും സോളാർ എക്ലിപ്സ് എന്തെന്നൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ലൂണാർ എക്ലിപ്സ് എന്നും എന്താണ് അതിൻ്റെ ടൈപ്സ്, സോളാർ എക്ലിപ്സ് അതിൻ്റെ ടൈപ്സ് ഒക്കെയാണ് പഠിക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ലൂണാർ എക്ലിപ്സ് നോക്കാം. ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു SEM, സെംബോല, സണ്ണ് എർത്ത് മൂൺ വരുന്നതാണ് ലൂണാർ എക്ലിപ്സ്. ഓക്കെ, അതിൽ രണ്ട് റീജൺ ഉണ്ട്, യൂംബ്രയും പെനുംബ്രയും. യൂംബ്ര എന്ന് വെച്ചാൽ ഡാർക്ക് ഇന്നർ പോർഷൻ ഓഫ് ദ ഷാഡോ കോൺ. എന്ന് വെച്ചാൽ നമ്മുടെ സൺ ഇതാണെന്ന് വിചാരിക്കുക, നമ്മുടെ എർത്ത്, നമ്മുടെ മൂൺ. ഓക്കെ, ഇനി ഈ സണ്ണിൽ നിന്നും വരുന്ന ഒരു റേ ഓഫ് ലൈറ്റ് ഉണ്ടല്ലോ, ഇങ്ങനെയും ഒരു റേ ഓഫ് ലൈറ്റ് പോവും. അതുപോലെ തന്നെ ഇങ്ങനെയും ഒരു റേ ഓഫ് ലൈറ്റ് പോവും. അതിൽ ഡാർക്ക് ഇന്നർ പോർഷൻ ഓഫ് ദ ഷാഡോ കോൺ അതിനെ പറയുന്ന പേരാണ് യൂംബ്രയും. പിന്നെ എന്തുവാണ് ദ ലൈറ്റർ ഔട്ടർ പോർഷൻ ഓഫ് ദ ഷാഡോ കോണിനെ പറയുന്ന പേരാണ് പെനുംബ്ര. ഓക്കെ, പെനുംബ്ര. ഇനി നമുക്കിനി ടൈപ്സ് ഓഫ് ലൂണാർ എക്ലിപ്സസ് പറയാം. അതിൽ ലൂണാർ എക്ലിപ്സ് യൂഷ്വലി ഒരു വർഷത്തിൽ 3 ടൈംസ് ഒക്കെ വരാറുണ്ട്. ടൈപ്സിൽ ഞാൻ ആദ്യം പറയുന്നത് ടോട്ടൽ ലൂണാർ എക്ലിപ്സ്. ഈ ടോട്ടൽ ലൂണാർ എക്ലിപ്സിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, നമ്മൾ നിൽക്കുന്ന പൊസിഷൻ ഊംബ്രയിലായിരിക്കും. മൂൺ നിൽക്കുന്ന പൊസിഷൻ ഊംബ്രയിലായിരിക്കും. അത് കാരണം റെഡ് മൂൺ ഫോം ചെയ്യും. ഓക്കെ, ടോട്ടൽ ലൂണാർ എക്ലിപ്സ്. പാർഷ്യൽ ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ മൂൺ, ഇത് മൂണിൻ്റെ ഓർബിറ്റിൽ, നിങ്ങൾ ഇതാണ് മൂണിൻ്റെ ഓർബിറ്റിൽ എന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ നമ്മൾ മൂൺ ഊംബ്രയിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് പ്രശ്നമില്ല. ചില സമയത്ത് മൂൺ എന്ത് ചെയ്യുമെന്ന് അറിയാവോ, ഇവിടെ നിൽക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കും, അങ്ങനെ ഊംബ്രയിൽ തൊട്ട് പെനുംബ്രയിൽ ചേർന്നായിട്ട് അങ്ങനെ നിൽക്കും. ഈ സമയത്ത് വരുന്ന എക്ലിപ്സ് ആണ് പാർഷ്യൽ ലൂണാർ എക്ലിപ്സ്. അടുത്ത് നമ്മൾ പറയുന്നത് പെനുംബ്രൽ ലൂണാർ എക്ലിപ്സ് ആണ്. പെനുംബ്രലിൽ എവിടെയായിരിക്കും? പെനുംബ്രയിലായിരിക്കും മൂൺ നിൽക്കുന്നത്. പെനുംബ്രൽ ലൂണാർ എക്ലിപ്സ്, പെനുംബ്രലിലായിരിക്കും മൂൺ നിൽക്കുന്നത്. അതാണ് പെനുംബ്രൽ ലൂണാർ എക്ലിപ്സ്. എന്നിട്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സോളാർ എക്ലിപ്സ് ആണ്. സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്നത് SME, സണ്ണ് മൂണ് എർത്ത് എന്ന രീതിയിലാണ് നിൽക്കുന്നത്. സോളാർ എക്ലിപ്സും ഇതുപോലെ വേറൊന്നുമില്ലട. ഇത് എക്ലിപ്സ് എന്താണ്, അതിൻ്റെ ടൈപ്സ് പഠിക്കുക. സോളാർ എക്ലിപ്സ് ഇതുപോലെ നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ടോട്ടൽ സോളാർ എക്ലിപ്സ്, പാർഷ്യൽ സോളാർ എക്ലിപ്സ് ആൻഡ് ആനുലർ സോളാർ എക്ലിപ്സ്. ടോട്ടൽ സോളാർ എക്ലിപ്സിൽ നമ്മൾ നിൽക്കുന്നത് ഊംബ്രയിലായിരിക്കണം. പാർഷ്യൽ സോളാർ എക്ലിപ്സിൽ നമ്മൾ എവിടെ നിൽക്കണം? പെനുംബ്രയിലായിരിക്കണം. ആനുലർ സോളാർ എക്ലിപ്സ് നമ്മുടെ കേരളത്തിൽ തന്നെ 2019 ഞാൻ കണ്ടിട്ടുണ്ട്. 2019 ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റിംഗ് ഓഫ് ഫയർ പോലത്തെ ഇങ്ങനെ ഒരെണ്ണം ഫോം ചെയ്യുന്നതാണ് ആനുലർ സോളാർ എക്ലിപ്സ്. മൂണ് തൻ്റെ ഓർബിറ്റലിൽ ഏറ്റവും ഫാർദസ്റ്റ് ആയിട്ടിരിക്കും. അത് കാരണം മൂണ് സ്മോൾ ആവും. എന്ന് പറഞ്ഞാൽ സണ്ണ് മൂണ് എർത്ത് എന്ന രീതിയിലല്ലേ. മൂണ് തൻ്റെ ഓർബിറ്റിൽ ഏറ്റവും ദൂരെയാണ് ഇരിക്കുന്നത്. അപ്പം നോർമലി സൺ ഇതാണെങ്കിൽ മൂൺ എന്തായിരിക്കും? കുറച്ച് സ്മോളറായിട്ടിരിക്കും. അപ്പോൾ എർത്തിൽ നിൽക്കുന്നത് നമുക്ക് എങ്ങനെ തോന്നും? ഒരു റിംഗ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വരുന്ന കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. എക്ലിപ്സസ് എങ്ങനെയാണ് ഹൗ ഓഫൺ ഡു എക്ലിപ്സ് ഒക്കെ നമുക്ക് ലൂണാർ എക്ലിപ്സ് ഏകദേശം എല്ലാ വർഷം വരുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ സോളാർ എക്ലിപ്സ് ഒക്കെ വളരെ റെയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അതിന് ലൂണാർ എക്ലിപ്സ് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റും. ബട്ട് സോളാർ എക്ലിപ്സ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല. ഇനി വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ എന്തുകൊണ്ട് ലൂണാർ എക്ലിപ്സ്, ഈ ടോട്ടൽ ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ ഫുൾ മൂണാണ്. അതുപോലെ തന്നെ നമ്മുടെ സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ ന്യൂ മൂണാണ്. കാരണം മൂൺ അതിൽ ഫുൾ ഇരുട്ടിയിരിക്കും. പക്ഷേ ടോട്ടൽ ലൂണാർ എക്ലിപ്സിൽ ഫുൾ മൂണായിരിക്കും. നമുക്കറിയാം നമ്മുടെ മൂണിൻ്റെ പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ 29.5 എർത്ത് ഡേയ്സ് ആണ്. നമ്മൾ ഒരു മാസത്തിൽ എല്ലാ ദിവസവും ഫുൾ മൂൺ കാണാറുമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ അന്ന് റെഡ് മൂൺ കാണുന്നില്ല എന്ന് ചോദിച്ചാൽ, മൂൺസ് ഓർബിറ്റ് ടിൽറ്റഡ് ആയതുകൊണ്ടാണ്. സണ്ണ് മൂണ് എർത്ത് എന്ന് പറഞ്ഞാൽ ഇവരുടെ 3 പേരുടെയും ഓർബിറ്റ് സെയിം റേഞ്ചിലല്ല ഇരിക്കുന്നത്.
മൂണിൻ്റെ ഓർബിറ്റിൽ കുറച്ച് ടിൽറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് മോസ്റ്റ് മന്ത്സിലും നമുക്ക് ഫുൾ മൂൺ കാണാൻ പറ്റും, പക്ഷേ റെഡ് മൂൺ അല്ലെങ്കിൽ ടോട്ടൽ ലൂണർ എക്ലിപ്സ് കാണാൻ പറ്റത്തില്ല. കാരണം മൂണ് എർത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ താഴെയോ ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൺ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. താങ്ക് യു.